അസ്സലാമലൈക്കും, നമസ്കാരം. മറ്റൊരു കിടിലൻ ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇത് വന്നിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂര് അരീക്കാടുള്ള തെണ്ടനാലക്കൽ അബ്ദുൽ കലാം ആൻഡ് ഫാമിലിയുടെ വീടാണ് കേട്ടോ. ഇരുനിലയിലായി 3 ബെഡ്റൂമോട് കൂടി വളരെ മനോഹരമായ രീതിയിൽ നിർമ്മിച്ച ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? അതിനു മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീഡിയോ മസ്റ്റ് ആയിട്ടും ലൈക്ക് ചെയ്യുക. വെൽക്കം ബാക്ക് ടു ഹൈസം വ്ലോഗ്സ്. ഏകദേശം 4 സെന്റ് സ്ഥലത്ത് 1200 സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ നമ്മുടെ ഈ വീട് വരുന്നത്. ഇനിയിപ്പോ നമ്മൾ വീടിന്റെ മൊത്തത്തിലുള്ള എക്സ്റ്റീരിയർ ലുക്കിലേക്ക് വരുമ്പോൾ ഇവിടെ ഫ്രണ്ടിലായിട്ട് ഈ ഒരു ഭാഗത്തുള്ള ഷോവാളായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വുഡൻ ടൈപ്പ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ആ ഭാഗത്തിന് ഒരു കുഞ്ഞു ഗാർഡൻ സ്പേസ് പോലെ കൊടുത്തിട്ട് പ്ലാന്റ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ സ്പോക്ക് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ആ ഭാഗത്തിന്റെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ട് അവിടെയും പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. മുകളിൽ ആ ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ സ്പോക്ക് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമ്മളിത് ഈ വീടിന്റെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയും ഷോവാൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു വുഡൻ ടൈപ്പ് ടൈല് യൂസ് ചെയ്തിട്ട് തന്നെയാണ്. നല്ല ഭംഗിയിൽ വരുന്ന ഒരു കളർ കോമ്പിനേഷനിലാണ് കേട്ടോ നമ്മുടെ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വീടിൽ മൊത്തത്തിൽ ഇതുപോലെ ഷോ ലൈറ്റ്സ് ഒക്കെ കൊടുത്തതുകൊണ്ട് തന്നെ നൈറ്റിലെ വ്യൂവും കിടിലൻ തന്നെയാണ്. വീടിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പം നമുക്ക് അകത്തേക്ക് കയറി നോക്കല്ലേ. ഫ്രണ്ടിലായിട്ട് ഇതേ നമുക്ക് സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് 2 സ്റ്റെപ്പ് നീളത്തിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കൂടാതെ നമ്മുടെ സ്റ്റെപ്പിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നീളത്തിൽ ഒരു ഗാർഡൻ സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ പ്ലാന്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ സിറ്റ് ഔട്ട് കൺസെപ്റ്റ് ആണ് കേട്ടോ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. 300-150 സൈസിലാണ് നമ്മുടെ ഈ സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ ഇതുപോലെ ഒരു വുഡിന്റെ 3 സീറ്റർ ചെയർ ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു സിമ്പിൾ ഡിസൈനിലൊക്കെ വരുന്ന ഒരു 3 സീറ്റർ ആണ് കേട്ടോ. ഇനിയിപ്പോ അതിന്റെ ബാക്ക് വാളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു ഡബിൾ ഡോർ വിൻഡോ വരുന്നുണ്ട്. ഇവിടെ ആ ഒരു ഷോ വാളിനോട് ചേർന്ന് ഈ ഒരു കോർണറിലായിട്ട് പ്ലാന്റ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിറ്റ് ഔട്ടിലെ വോളിലായിട്ട് ഇതുപോലെ നല്ല ഭംഗിയിൽ വരുന്ന ഒരു വോൾ ലൈറ്റ് വരുന്നുണ്ട്. കൂടാതെ ഇവിടുത്തെ സീലിംഗിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ല ഭംഗിയിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ നമുക്ക് സിറ്റ് ഔട്ടിൽ നിന്ന് അകത്തേക്കുള്ള ആ ഒരു മെയിൻ ഡോർ നോക്കുകയാണെങ്കിൽ വുഡിന്റെ ഡബിൾ ഡോർ ആണ് കേട്ടോ വരുന്നത്. സ്റ്റീലിന്റെ 2 ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മെയിൻ ഡോറിന്റെ ഈ ഭാഗത്ത് വരുന്ന വോളില്ലേ, ആ വോളിലായിട്ട് നോക്കിയാൽ ഇതുപോലെ നല്ല ഭംഗിയിൽ ഒരു പരഗോള ഗ്ലാസ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അകത്തേക്ക് കയറല്ലേ. നമ്മൾ ഡോർ തുറന്ന് കയറി വരുമ്പോഴേ കാണുന്നത് നമ്മുടെ ഡൈനിങ് ഹാൾ ആണ് കേട്ടാ. 430-420 സൈസിലാണ് വരുന്നത്. ഫ്ലോറിലൊക്കെ ആയിട്ട് മാർബോണേറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് കേട്ടോ വരുന്നത്. ടേബിൾ ടോപ്പിലായിട്ട് നല്ല ഭംഗിയിൽ വരുന്ന ഇറ്റാലിയൻ മാർബിൾ ആണ് വന്നിട്ടുള്ളത്. ഇനിയിപ്പോ ചെയർ നോക്കുകയാണെങ്കിൽ വുഡിന്റെ നോർമൽ ആയിട്ടുള്ള 6 ചെയേഴ്സ് ആണ്. ഇനി നമ്മുടെ ടേബിളിന്റെ നേരെ ആ ഭാഗത്ത് കാണുന്ന വോളായിട്ട് ഒരു ഡബിൾ ഡോർ വിൻഡോ വരുന്നുണ്ട്. സിബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ്. അവിടുന്ന് ഈ ഒരു കോർണറിലായിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വാഷ് ബേസിന്റെ വോള് വന്നിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ വുഡൻ ലുവേഴ്സും ഒരു വുഡൻ തീമിലാണ് വരുന്നത്. ഹാഫ് സർക്കിൾ മിറർ ആണ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ബേസിലായിട്ട് ഗ്രാനൈറ്റും വാഷ് ബേസിന് വന്നിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വാഷ് ബേസിൻ ആണ് കേട്ടോ. താഴ്ഭാഗത്ത് ഇതുപോലെ കബോർഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിലായിട്ട് നല്ല 2 ഫ്ലവർ കേസും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാഷ് ഏരിയന്റെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു വുഡൻ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഷോ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഡൈനിങ് ഹാളിലെ സീലിംഗിലെ ഡിസൈൻ വന്നിട്ട് വൈറ്റ് ആൻഡ് വുഡ് കളർ തീമിലാണ് വരുന്നത്. ഒരു വെറൈറ്റി ഡിസൈൻ തന്നെയാണ് കേട്ടോ. മൊത്തത്തിൽ ലൈറ്റ്സ് ഒക്കെ വന്നപ്പോ നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. നമ്മുടെ ഡൈനിങ് ഏരിയനോടൊക്കെ ചേർന്ന് തന്നെയാണ് കേട്ടോ ഇവിടെ സ്റ്റെയർ കേസ് വരുന്നത്. നമ്മുടെ സ്റ്റെയറിന്റെ താഴ്ഭാഗം വന്നിട്ട് ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു വുഡൻ തീമിൽ കബോർഡൊക്കെ വന്നിട്ടുണ്ട്. ആ സ്റ്റെയറിനോട് ചേർന്നത് ഈ ഒരു കോർണറിലായിട്ടാണ് കേട്ടോ ഇവിടെ ഹാളിലെ കോമൺ ബാത്റൂം വരുന്നത്. 140-120 സൈസിൽ അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബാത്റൂം ആണ് കേട്ടോ ഇത്. ഷോ വാളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഗ്രേ കളർ ടൈലും മറ്റ് 2 വോളിലായിട്ട് വൈറ്റ് ടൈലും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ ക്ലോസറ്റ് ആണ് കേട്ടോ വരുന്നത്.
ഇവിടെ ലിവിംഗ് ഏരിയ വരുന്നുണ്ട് കേട്ടാ. അത് വന്നിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഡോർ തുറന്ന് കയറി വരുമ്പോഴേ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പാർട്ടീഷൻ വോൾ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു വോളാണ് കേട്ടാ. ഈ പാർട്ടീഷൻ വോളിനെ അട്രാക്ട് ചെയ്യുന്ന തരത്തിൽ ഒത്തിരി ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലിവിംഗ് ഏരിയയും ഈ ഡൈനിങ് ഏരിയയും കൂടാതെ ഈ ഒരു ഭാഗത്ത് പോലും ഡിസൈൻ കൊടുത്തിട്ട് നല്ല ഭംഗിയിലാണ് കേട്ടോ ഇവിടെ സീലിംഗ് അലങ്കരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ ലിവിംഗ് ഏരിയ. വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത് നമ്മുടെ ഈ ലിവിംഗ് ഏരിയ വരുന്നത് 300 സൈസിലാണ്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ എൽ ഷേപ്പിൽ സോഫ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല കംഫർട്ട് ആയിട്ടുള്ള നല്ല ഭംഗിയിൽ വരുന്ന ഒരു സോഫ സീറ്റർ ആണ് കേട്ടോ. അതിനോട് മാച്ച് ആയ തരത്തിൽ തന്നെ ഒരു ടീ ടേബിളും നടുക്കായിട്ട് വരുന്നുണ്ട്. നമ്മുടെ സോഫ സീറ്ററിന്റെ രണ്ട് വശത്തെ വോളായിട്ട് നോക്കുകയാണെങ്കിലും ഒരു ഡബിൾ ഡോർ വിൻഡോയും ഒരു 3 ഡോർ വിൻഡോയും വരുന്നുണ്ട്. ജിബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. കൂടാതെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു പരഗോള ഗ്ലാസ് ഡിസൈൻ വരുന്നുണ്ട്. ഇത് നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് കണ്ടില്ലേ, ആ ഒരു ഡിസൈൻ ആണ് കേട്ടോ. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിലുള്ളിൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടുത്തെ സീലിംഗിൽ നോക്കുകയാണെങ്കിലും നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു വൈറ്റ് ആൻഡ് വുഡ് കളർ തീമിലാണ് വരുന്നത്. മൊത്തത്തിൽ സ്ട്രിപ്പ് ലൈറ്റ്സും ഷോ ലൈറ്റ്സ് ഒക്കെ കൊടുത്തതുകൊണ്ട് തന്നെ ഭയങ്കര അട്രാക്റ്റീവ് ആണ്. ഇവിടെ ആകെ മൊത്തം 3 ബെഡ്റൂം ആണ് വരുന്നത്. അതിൽ താഴത്തായിട്ട് ഒരു ബെഡ്റൂം ആണ് കേട്ടോ. അത് നോക്കാം. 300-360 സൈസിൽ വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തൊരു ബെഡ്റൂം ആണ് കേട്ടോ ഇത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടോ. നല്ല ഭംഗിയിൽ ഒരു ഡിസൈൻ ഒക്കെ വരുന്ന കോട്ടാണ്. ഇനി നമ്മുടെ കോട്ടിന്റെ ബാക്ക് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ഡബിൾ ഡോർ വിൻഡോ വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു സൈഡിലെ വോളിലായിട്ട് നോക്കിയാലും ഒരു വിൻഡോ വരുന്നുണ്ട്. സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. അവിടുന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വാൾഡ്രോബ് ഒരുക്കിയിട്ടുള്ളത്. ഒരു ഓഫ് വൈറ്റ് ആൻഡ് വുഡ് തീമിൽ നല്ല ഭംഗിയിൽ വരുന്ന ഒരു വാൾഡ്രോബ് ആണ് കേട്ടോ. സൈഡിലായിട്ട് മിററും നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തെ വോളില്ലേ, ആ വോളിലായിട്ട് 2 സിംഗിൾ വിൻഡോസ് ആണ് കേട്ടോ വരുന്നത്. ഇനിയിപ്പോ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ബാത്റൂം വരുന്നത്. നമ്മുടെ ബാത്റൂം വരുന്ന ആ ഭാഗത്തെ വോളില്ലേ, ആ വോളിലായിട്ട് ഇതുപോലെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ സീലിംഗ് നോക്കിയാലോ. വളരെ മനോഹരമായിട്ട് സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ല ഭംഗിയിൽ തന്നെയാണ് കേട്ടോ ഇവിടെയും സീലിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു വൈറ്റ് ആൻഡ് വുഡ് കളർ തീമിലാണ് വരുന്നത്. മൊത്തത്തിൽ സ്ട്രിപ്പ് ലൈറ്റ്സും മറ്റു ലൈറ്റ്സ് ഒക്കെ വന്നപ്പോൾ കിടിലൻ ലുക്കാണ്. അപ്പൊ ഇനി ബാത്റൂം നോക്കുകയാണെങ്കിൽ 140-193 സൈസിലാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ വാഷ് ബേസിനും മിററൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ തീമിൽ തന്നെയാണ് കേട്ടോ ഈ ബാത്റൂമും സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് കിച്ചൺ നോക്കിയാലോ. ഇതാണ് കേട്ടോ കിച്ചന്റെ ഡോർ വന്നിട്ട്. ഡോറിലായിട്ട് ഇതുപോലെ ഒരു ഗ്ലാസിന്റെ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കിച്ചന്റെ ഡോറിന് മുകളിലായിട്ടാണ് കേട്ടോ ഇവിടുത്തെ ക്ലോക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി നമ്മുടെ കിച്ചൺ നോക്കുകയാണെങ്കിൽ വർക്ക് ഏരിയ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് 430-330 സൈസിലാണ് കേട്ടോ ഈ കിച്ചൺ വരുന്നത്. ഇവിടെ നമ്മൾ ഡോർ തുറന്ന് കയറി വരുമ്പോഴേ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടുന്ന് ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു റാക്ക് വരുന്നുണ്ട്. കൗണ്ടർ ടോപ്പിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റ് ആണ് വരുന്നത്. താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ കബോർഡും ചെയ്തിട്ടുണ്ട്. ഇനി അതിന് തൊട്ട് മുകളിലായിട്ട് നോക്കിയാൽ ഇതുപോലൊരു കബോർഡ് വരുന്നുണ്ട്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ തീമിലാണ് കേട്ടോ വരുന്നത്. ഇനിയിപ്പോൾ അതിന് മുകളിലായിട്ട് ഇതുപോലെ അപ്പർ ക്യാബിൻസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്റ്റോർ റൂം വരാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ ഈ കിച്ചൺ ഒരുക്കിയിട്ടുള്ളത്. ഇനി നമ്മൾ അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും ഒരു റാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ റാക്കിന്റെ ബേസിലായിട്ടും ഗ്രാനൈറ്റിനാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് സിങ്ക് വരുന്നുണ്ട്. അതിന് തൊട്ടടുത്തത് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഗ്യാസ് സ്റ്റവും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ വെന്റിലേഷനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ വലിയൊരു റെയിലിംഗ് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഈ റാക്കിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ഇവിടെ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പുകയില്ലാത്ത അടുപ്പാണ് കേട്ടോ വരുന്നത്. താഴ്ഭാഗത്ത് വിറക് വെക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ക്ലോസ്ഡ് ആണ്. ഇനിയിപ്പോ ഇവിടെ ഈ റാക്കിന്റെ താഴ്ഭാഗത്ത് നോക്കിയാലും ഇതുപോലെ ഗ്രേ ആൻഡ് വൈറ്റ് തീമിൽ കബോർഡ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓരോന്നിനും അതത് ക്യാബിന് കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ കബോർഡൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ കിച്ചന്റെ വോളിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ വൈറ്റ് കളർ ടൈലാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ടാപ്പ് കൊടുത്തിട്ടുണ്ട്. കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് കൊടുത്തതാണ് കേട്ടാ. അത് ആ റെയിലിംഗ് ചെയ്തിട്ടില്ലേ, ആ ഒരു ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്കിനി മുകളിലത്തെ വിശേഷങ്ങളൊക്കെ നോക്കല്ലേ. അതിനായിട്ട് സ്റ്റെയർ കേസ് നോക്കുകയാണെങ്കിൽ ടഫൻ ഗ്ലാസും വുഡും യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഹാൻഡ് റെയിലിംഗ് ചെയ്തിട്ടുള്ളത്. കൂടാതെ നമ്മുടെ സ്റ്റെയറിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ വുഡൻ ടൈപ്പിൽ വരുന്ന ഒരു ടൈലാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ മുകളിലേക്ക് കയറുമ്പോഴത്തേ ഈ ഒരു ഭാഗത്തെ വോളിലെ ആ വോളിലായിട്ട് നല്ല ഭംഗിയിൽ തന്നെ 3 നീച്ച് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ സ്റ്റെയർ ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ ദാ ഈ ഒരു കോർണറിലായിട്ട് നല്ല ഭംഗിയിൽ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ സ്റ്റെയർ ഏരിയന്റെ ആ ഒരു വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ പരഗോള ഗ്ലാസ് ഡിസൈനും സീലിംഗിലായിട്ട് മനോഹരമായ ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്കിത് താഴേന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് ആണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി നമ്മളിത് മുകളിലേക്ക് കയറി വരുമ്പോൾ ഈ ഒരു കോർണറിലായിട്ടും നല്ല ഭംഗിയിൽ വരുന്ന ഒരു പ്ലാന്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഹാങ്ങിങ് ലൈറ്റില്ലേ, ഇതിനെ ഏറ്റവും കൂടുതൽ ഭംഗിയാക്കുന്നത് ആ സീലിംഗിലൂടെ കൊടുത്തിട്ടുള്ള ആ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അതൊക്കെ കൂടി വരുമ്പോൾ മൊത്തത്തിലുള്ള ആ ഒരു ലുക്ക് വന്നിട്ട് വേറെ ലെവൽ തന്നെയാണ്. നമ്മൾ മുകളിലെത്തിയാൽ ഇവിടെ മെയിൻ ഹോൾ എന്ന് പറയാനൊന്നുമില്ല, ഒരു പാസേജ് ഏരിയ ആണ് കേട്ടോ വരുന്നത്. ഇനി നമ്മൾ അവിടുന്ന് കയറി വരുമ്പോഴേ ഈ വോളിലായിട്ട് ഒരു ഡബിൾ ഡോർ വിൻഡോ വരുന്നുണ്ട്. ആ കാണുന്നത് ബാൽക്കണിന്റെ ഡോർ ആണ് കേട്ടാ. അപ്പൊ നമുക്ക് ആദ്യം ബാൽക്കണി നോക്കല്ലേ. 300-130 സൈസിൽ വളരെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്തൊരു ബാൽക്കണിയാണ് കേട്ടോ ഈ കാണുന്നത്. ഒരു ബോക്സ് ടൈപ്പ് ഡിസൈനിലാണ് കേട്ടോ നമ്മുടെ ഈ ബാൽക്കണി വരുന്നത്. ബാൽക്കണിയുടെ എൻഡിലായിട്ട് ഇതാ രണ്ട് വശത്തായിട്ട് നോക്കുകയാണെങ്കിലും ഗ്ലാസ് റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. എക്സ്റ്റീരിയർക്ക് വളരെയധികം ലുക്ക് കിട്ടുന്ന തരത്തിലാണ് കേട്ടോ നമ്മുടെ ഈ ബാൽക്കണി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ ഇതേ ലൈറ്റ് ഗ്രേ ഷെയ്ഡിലാണ് പെയിന്റിങ് കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ താഴത്തുനിന്ന് കണ്ടില്ലേ, ഇതുപോലെ റെയിലിംഗ് ചെയ്തിട്ട് ഉള്ളിലായിട്ട് രണ്ട് പ്ലാന്റും വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ സീലിംഗിലായാലും ഇതുപോലെ LED ലൈറ്റ്സ് കൊടുത്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ തിരിച്ച് ഹാളിൽ തന്നെ വന്നിട്ടുണ്ട്. ഹാളിലെ ഈ പാസേജ് ഏരിയയിൽ സീലിംഗിൽ പോലും ഇതുപോലെ ജിപ്സം ബോർഡിൽ ഡിസൈൻ കൊടുത്തിട്ട് സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ദേ ഈ ഒരു കോർണറിൽ രണ്ട് വശത്തായിട്ടാണ് കേട്ടോ ഇവിടുത്തെ രണ്ട് ബെഡ്റൂം വരുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു ബെഡ്റൂം നോക്കാം. ഇത് വന്നിട്ട് 300-360 സൈസിൽ വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തൊരു ബെഡ്റൂം തന്നെയാണ് കേട്ടോ. ഈ ഡിസൈനിങ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഈ റൂമിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടോ. സിമ്പിൾ ഡിസൈൻ ഒക്കെ വരുന്ന ഒരു കോട്ടൺ ആണ്. കോട്ടിന്റെ ബാക്ക് വാളിലായിട്ട് ഒരു ഡബിൾ ഡോർ വിൻഡോ വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും ഒരു ഡബിൾ ഡോർ വിൻഡോ വരുന്നുണ്ട്. സീബ്ര ബ്ലൈൻഡ്സ് ആണ് കേട്ടോ കർട്ടൻസ്. നമ്മുടെ കോട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ലൈറ്റ് ഗ്രേ ആൻഡ് വുഡ് ഷെയ്ഡിൽ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തൊരു വാൾഡ്രോബനാണ് ഇത്. അതിന്റെ മുകളിലായിട്ടും ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ സീലിംഗിലെ ഡിസൈൻ ആയാലും നല്ല ഭംഗിയിൽ സിമ്പിൾ ആയിട്ട് എന്നാൽ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ തന്നെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ ലൈറ്റും കൂടി വരുമ്പോൾ ആ ഒരു ലുക്ക് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഈ റൂമിലായിട്ടും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അത് വന്നിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ ഇതുപോലെ നല്ല ഭംഗിയിൽ രണ്ട് കളർ കോമ്പിനേഷനിൽ വരുന്ന ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു വശത്തായിട്ട് തന്നെ മിററും വാഷ് ബേസിനും വരുന്നുണ്ട്. അടുത്ത ബെഡ്റൂം വന്നിട്ട് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് 300-300 സൈസിൽ വരുന്ന ബെഡ്റൂം ആണ് ഇത്. ഈ റൂമിൽ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടോ. ഹെഡ് കോട്ടിന്റെ ഭാഗത്ത് ഇതുപോലെ ഒരു കുഷൻ ടൈപ്പിലൊക്കെയാണ് വരുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ കോട്ടിന്റെ ആ ഒരു ബാക്ക് വോളിലായിട്ട് ഒരു ഡബിൾ ഡോർ വിൻഡോ കാണാം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടൊരു ട്രിപ്പിൾ ഡോർ വിൻഡോയും കാണാം. രണ്ടിലും സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ്. ഇനി ഇവിടുത്തെ വാൾഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കോട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. അത് വന്നിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ ഒരു ഓഫ് വൈറ്റ് ആൻഡ് വുഡ് കളർ തീമിൽ നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തൊരു വാൾഡ്രോബാണ് കേട്ടോ ഇത്. ഈ റൂമിലെ സീലിംഗും വളരെ മനോഹരമായിട്ട് തന്നെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ജിപ്സം ബോർഡിലൊരു ഡിസൈൻ വന്നിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ സ്ട്രിപ്പ് ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ റൂമിലും ബാത്റൂം വരുന്നുണ്ട് കേട്ടോ. 140-195 സൈസിലാണ് ഈ ബാത്റൂം വന്നിട്ടുള്ളത്. ഇവിടെയും ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിലും അതുപോലെ തന്നെ വൈറ്റ് ഷെയ്ഡിലാണ് ടൈൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുന്നതോടൊപ്പം വീഡിയോ മസ്റ്റ് ആയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.